സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് ടുവിന്റെ ഫിസിക്സ് ക്ലാസ്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊബിലിറ്റി, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ, പിന്നെ റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ 2 ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ. കാരണം ഇത് കണ്ടിന്യൂഷൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ അതിന്റെ ആ ഒരു ഫ്ലോ വരണല്ലോ. നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ എടുക്കുമ്പം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. 3 ടോപ്പിക്കിലാണ്: മൊബിലിറ്റി, ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോയും, പിന്നെ റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. മൊബിലിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് മ്യൂ. Mobility mu is equal to, it's the magnitude of drift velocity per unit electric field. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഡിനോട്ട് ചെയ്യുന്നത് BD വെച്ചിട്ടാണ്. BD ഡിവൈഡഡ് ബൈ E. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം E എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, BD എന്നുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പം നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ VD എന്ന് പറഞ്ഞാൽ എത്രയാ? VD വിൽ ബി ഈക്വൽ ടു EE ഡിവൈഡഡ് ബൈ M ഇൻറ്റു ടോ. ടോ എന്നുള്ളത് റിലാക്സേഷൻ ടൈം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ക്ലാസ്സിൽ. നമ്മൾ ഓൾറെഡി ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം VD ഈസ് ഈക്വൽ ടു മൈനസ് EE ഡിവൈഡഡ് ബൈ M ഇൻറ്റു ടോ ആണ്. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ VDന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? മ്യൂ ഇസ് ഈക്വൽ ടു VDക്ക് പകരം ഞാൻ എന്ത് ചെയ്യും? EE ഡിവൈഡഡ് ബൈ M മൾട്ടിപ്ലൈഡ് ബൈ ടോ ഡിവൈഡഡ് ബൈ E എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു E ഇല്ലേ, ആ ഇയും ക്യാൻസൽ ആവും. അപ്പൊ എന്ത് പറ്റും? E ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ M എന്ന് വരും. എന്താണ് മൊബിലിറ്റിന്റെ ഇക്വേഷൻ? അപ്പൊ മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു E ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ M. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് മൊബിലിറ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ടോ എന്നുള്ളത് റിലാക്സേഷൻ ടൈം ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡിന്റെയും നമ്മൾ ഇക്വേഷൻസിൽ ഇതിന്റെ യൂണിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊബിലിറ്റിന്റെ യൂണിറ്റ് എന്ത് വരും? മൊബിലിറ്റിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ വോൾട്ട് റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 എന്നുള്ളതാണ് എന്ത് മൊബിലിറ്റിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ മൊബിലിറ്റിയിൽ പഠിക്കാനുള്ളത്. ഇക്വേഷൻ VD ബൈ E, മ്യൂ ഈക്വൽസ് E ടോ ബൈ M പഠിക്കാം. അതേപോലെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാം. ഈ മൊബിലിറ്റി വെച്ചിട്ട് കറണ്ടിന്റെ ഇക്വേഷൻ I ഇസ് ഈക്വൽ ടു NA മ്യൂ E ഇൻറ്റു E. ഈ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചാൽ നമ്മൾ ഇതിൽ ഡെറിവേഷൻസ് ഒന്നും അങ്ങനെ വരില്ല. നമുക്ക് ന്യൂമറിക്കലാണ് മെയിൻ ആയിട്ട് ഈ പാർട്ടിന്ന് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഡെഫിനിഷൻ പഠിക്കണം, ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഡെഫിനിഷൻ പഠിക്കണം, പിന്നെ അതിന്റെ യൂണിറ്റ് പഠിക്കണം, കറണ്ടുമായിട്ടുള്ള റിലേഷൻ NA മ്യൂ E ഇൻറ്റു E. ഈ വലിയ E എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ്, സ്മോൾ ലെറ്റർ E എന്നുള്ളത് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓംസ് ലോന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓംസ് ലോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ കറണ്ട് ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് ഓംസ് ലോനെ കുറച്ചുകൂടി ഹയർ ലെവലിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ ഓംസ് ലോ എന്നുള്ള സംഭവം, ഓംസ് ലോ എന്താണെന്ന് ഒന്നുകൂടി പറയാം. വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് എന്ത് ഓംസ് ലോ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഡെഫിനേഷനിൽ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. when the physical conditions remain constant, the potential difference applied across the ends of a conductor is directly proportional to the current. അങ്ങനെയല്ലേ നമ്മൾ ഓംസ് ലോ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടക്ടറിനെ നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാ കണ്ടക്ടേഴ്സിനും ഈ ഓംസ് ലോ അപ്ലിക്കബിൾ ആണോ അല്ലെ? എവിടെയെങ്കിലും അതിന്റെ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പല ബുക്കുകളിലായിട്ട് നമുക്ക് കാണാം ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ എന്ന് കാണാം, ഫെയിലിയർ ഓഫ് ഓംസ് ലോ എന്ന് പറഞ്ഞിട്ട് കാണാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ അത് എവിടേക്കാണ് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഒരു ഗ്രാഫ് ലീനിയർ ആയിട്ട് പോകുന്നുണ്ട്, പിന്നെ അവിടെ എത്തുമ്പോൾ കുറച്ച് അങ്ങോട്ട് വളഞ്ഞു പോകുന്നുണ്ട്.
രണ്ടാമത്തെ ഗ്രാഫിലോ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഡയോഡ്, ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ ഡയോഡ്. നോട്ട് ദ ഡിഫറെന്റ് സ്കെയിൽസ് ഫോർ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു ഡയോഡിന്റെ ഗ്രാഫാണ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ പഠിക്കും, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ അതൊക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഇപ്പം ജസ്റ്റ് ഇതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് നോക്കി വെക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആക്സസിലേക്കും പോകുന്ന കാണാം അല്ലെ. മൂന്നാമത്തെ ഗ്രാഫ് എന്താ? വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് വോൾട്ടേജ് ഫോർ ഗാലിയം ആർസനൈഡ്. അപ്പൊ ഇവിടെ എന്താ നോക്കൂ, ഇവിടെ ഇവിടെ ഉള്ളൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഒരു കറണ്ടിന് 2 വോൾട്ടേജ് അല്ലെ. സാധാരണ നമ്മൾ പഠിക്കുന്ന കണ്ടക്ടേഴ്സിലൊന്നും നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത ഒരു കറണ്ട് അല്ലെ ഒരു കണ്ടക്ടറിലേക്കൂടെ പോകുമ്പോൾ. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നത്? ഒരു കറണ്ടിന് 2 വോൾട്ടേജ് കാണാം. 2 വോൾട്ടേജ് വാല്യൂസ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 2 വോൾട്ടേജ് കാണാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് ഇതൊക്കെ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഗ്രാഫ് തന്നെയാണ്, VI ഗ്രാഫ് തന്നെയാണ് ഇതെല്ലാം. എന്നിട്ടും പല ടൈപ്പിലുള്ള ഗ്രാഫ്സ് ആണ് പല ടൈപ്പ് മെറ്റീരിയൽസിന് കിട്ടുന്നത്. ആദ്യത്തേത് ലീനിയർ ഓംസ് ലോന്റെ ഗ്രാഫാണ്. സോളിഡ് ലൈൻ ഇസ് ദ വോൾട്ടേജ് V വേഴ്സസ് കറണ്ട് I ഫോർ എ ഗുഡ് കണ്ടക്ടർ. ഇപ്പൊ രണ്ടാമത്തത് ഡയോഡ്, മൂന്നാമത്തത് ഗാലിയം ആർസനൈഡ്. അപ്പൊ എന്താണ് ഇങ്ങനെ ഈ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഓംസ് ലോ ഫെയിലിയർ ആവുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മേ വാരി നോൺ ലീനിയർലി വിത്ത് കറന്റ്. ചില കേസസിൽ നമ്മൾ പറയുന്ന ഈ ഓംസ് ലോ, നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഓംസ് ലോ എപ്പോഴും വാലിഡ് ആണ്. പക്ഷെ അവിടെയും ടെമ്പറേച്ചർ മാറുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബൾബ് കത്തിക്കണം, ഫിലമെന്റ് ബൾബ് കത്തിക്കുമ്പോൾ എന്ത് പറ്റും? സഡൻ ആയിട്ട് അതിന്റെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ ഹീറ്റ് നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഫിസിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റന്റ് അല്ല. അപ്പൊ എന്ത് പറ്റും? അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഒരു ചെറിയൊരു റീജിയനിൽ നമുക്ക് ലീനിയർ റിലേഷൻ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് അത് ഓംസ് ലോന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് കിട്ടില്ല അതിന്റെ കേസിൽ. പക്ഷെ അതേസമയം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ടങ്സ്റ്റൺ കണ്ടക്ടർ അല്ലേ? ടങ്സ്റ്റൺ കണ്ടക്ടർ ആണ്. അതേസമയം അതിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു എന്താ പറയുക, നോൺ ഓമിക് മെറ്റീരിയൽ എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ടങ്സ്റ്റൺ എന്നുള്ളത് മെറ്റലാണ്, പ്യുവർ മെറ്റലാണ്. പക്ഷെ എന്തുകൊണ്ടത് ഒബേ ചെയ്യുന്നില്ല? അവിടെ ടെമ്പറേച്ചർ കൂടുകയാണ്, ഹീറ്റ് എനർജി, ഹീറ്റ് കണ്ടന്റ് കൂടുകയാണ്, ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ പ്യുവർ മെറ്റൽ ആണെങ്കിലും കൂടി ഒരു റീജിയൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അത് ഓംസ് ലോ ഒബേ ചെയ്യാത്തത്. ഓക്കെ, അപ്പം ഇറ്റ് മേ വാരി നോൺ ലീനിയർലി വിത്ത് കറന്റ്. The variation of current with potential difference may depend upon the sign of the potential difference applied. അപ്പം അതിന്റെ സൈൻസ് പൊളാരിറ്റി മാറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പൊ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ കറണ്ട് ആയിരിക്കില്ല പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് പൊട്ടൻഷ്യൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട്. അപ്പം എന്ത് പറ്റും? ഗ്രാഫ് നമുക്ക് ലീനിയർ ഗ്രാഫ് കിട്ടില്ല, ഓംസ് ലോ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടില്ല. ചില കേസസിൽ ദ കറന്റ് മേ ഡിക്രീസ് ഓൺ ഇൻക്രീസിങ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മുടെ ഓംസ് ലോ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ചില കേസസിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താ, ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ഓംസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം എന്താ പറയേണ്ടത്? ദർ ആർ മെനി മെറ്റീരിയൽസ് വിച്ച് ഡസന്റ് ഒബേ ഓംസ് ലോ ബട്ട് ദേ സ്റ്റിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മുടെ സെമി കണ്ടക്ടിങ് ഡയോഡ്സ്, സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്, പിന്നെ ടങ്സ്റ്റൺ ഫിലമെന്റ്, പിന്നെ ഇപ്പൊ ഈ സ്പെഷ്യൽ കേസ് കാണിച്ചില്ലേ ഗാലിയം ആർസനൈഡ് കണ്ടില്ലേ, ഒരു കറണ്ടിന് 2 കറസ്പോണ്ടിങ് ടു ആയിട്ട് 2 വോൾട്ടേജ് കാണിക്കുന്നു. നമുക്ക് നോൺ ലീനിയർ റീജിയൻ, ഒരു ലീനിയർ റീജിയൻ ഉണ്ട്, അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ റീജിയൻ ഉണ്ട്, എന്നിട്ടും പിന്നെന്താ നോൺ ലീനിയർ റീജിയൻ വരുന്നു, പിന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നു. അപ്പൊ എന്താ പറയാ, അപ്പം ഇത് പല രീതിയിലാണ് പോണത്. ഇപ്പൊ ഈ രണ്ടാമത്തെ ഡയഗ്രം അങ്ങനെ തന്നെയാണ് പോണത് അല്ലെ. നമുക്ക് എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റില്ല. അത് അതിന്റെ ആ ഒരു പ്രത്യേക മെറ്റീരിയലിന്റെ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പം ചില കേസുകളിൽ ഓംസ് ലോ ഒബേ ആവില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കാം. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ റെസിസ്റ്റിവിറ്റി ഒക്കെ വെച്ച് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തതാണ് അല്ലെ. നമ്മൾ പറഞ്ഞു വരുന്നത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ.
or R is equal to rho L divided by A. ഇതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചത്. ഇപ്പൊ റോ is equal to RA divided by L and its unit is going to be ohm meter. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് റെസിസ്റ്റിവിറ്റിനെ പറ്റിയിട്ട് പഠിക്കാൻ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കണ്ടക്ടിവിറ്റിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂസ് നോക്കാം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ടേബിളാണ്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ടേബിളാണിത്. അപ്പോൾ ഇവിടെ ആരും ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ടേബിൾ ബൈഹാർട്ട് പഠിക്കാനും ആരെ കൊണ്ടും പറ്റൂല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ റെസിസ്റ്റിവിറ്റിന്റെ റേഞ്ചസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ പ്യുവർ മെറ്റൽസിന്റെ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി റേഞ്ച് എത്രയാണ് വരുന്നത് നോക്കൂ. 10⁻⁻8 ഓം മീറ്റർ വരുന്നുണ്ട്. അതിന്റെ അടുത്ത് ഈ നിക്രോം ഒക്കെ വരുമ്പോൾ നോക്കൂ, നിക്രോം മാംഗനിനൊക്കെ വരുമ്പോൾ ഈ നമ്പർ കൂടുന്നുണ്ടോ? ഇത് നോക്കൂ, മെർക്കുറിക്ക് 98, നിക്രോം 100, മാംഗനിന് 48 അല്ലെ? അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം സിൽവറിന് കാണാം, നമുക്ക് സിൽവറിന് 1.6 × 10⁻⁻6. പിന്നെ ഇവിടെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ ആയിരിക്കും, വേറെ ടെമ്പറേച്ചറിന് വേറെ വാല്യൂ ആയിരിക്കും. അതായത് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻ ആണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. അപ്പൊ ഇവിടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എല്ലാം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റീസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ സിൽവറിനാണ് എന്താ പറയാ ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ആയിരിക്കുന്നത്. അപ്പം ലീസ്റ്റ് റെസിസ്റ്റൻസും സിൽവറിനായിരിക്കും. അപ്പം ബെസ്റ്റ് കണ്ടക്ടർ ഏതാ വരിക? സിൽവർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി വരും. പിന്നെ നിക്രോം അലോയ്സ് വരുമ്പോഴേക്ക് അലോയ്സിന് അതിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ കൂടി വരും. കണ്ടക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പൊ ഇത്തിരി കൂടി റെസിസ്റ്റൻസ് ഉണ്ടാവും എന്ത് കണ്ടക്ടേഴ്സിന്. പിന്നെ സെമി കണ്ടക്ടേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ കുറച്ച് നന്നായിട്ട് കൂടി 10⁻⁻5. അപ്പൊ ഈ 0.46 നമുക്ക് എന്താ പറയാ -8 10⁻�8 എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു നമ്പറാണ് അല്ലെ? അപ്പം സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ് ഒക്കെ ഒരുമാതിരി ഏകദേശം റേഞ്ചിൽ വരും. ഇൻസുലേറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി വരുന്നത്. 10⁻14 10⁻16 വരെയൊക്കെ പോകുന്നുണ്ട് നോക്കും. ഇതൊരു റേഞ്ച് ഓഫ് റെസിസ്റ്റിവിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ പല ടൈപ്പ് അതിന്റെ മെറ്റീരിയൽ അതിന്റെ കോമ്പോസിഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഹാർഡ് റബ്ബർ എന്ന് പറയുമ്പോൾ റബ്ബറിന്റെ തന്നെ അത് ഉണ്ടാക്കിയ പ്രോസസ്സുകളും ഗ്ലാസ് തന്നെ പല വെറൈറ്റി ഗ്ലാസ്സുകളുണ്ട്. അത് കാരണമാണ് ഈ ഇൻസുലേറ്ററിന്റെ കേസിൽ റേഞ്ച് ഓഫ് റെസിസ്റ്റിവിറ്റീസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെയൊന്നും നമുക്ക് ആ റേഞ്ച് കൊടുത്തിട്ടില്ല അല്ലെ? ഈ റേഞ്ച് കൊടുക്കാത്തത് പ്യുവർ മെറ്റൽസ് ആണ്. പ്യുവർ മെറ്റൽസിന്റെ കേസിൽ അതിന്റെ കോമ്പോസിഷൻ എവിടെയും മാറാൻ പോണില്ല. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഏതിനാണ്? ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി വരുന്നത് ഇൻസുലേറ്റേഴ്സിന്, അതിൽ കുറവ് വരുന്നത് സെമി കണ്ടക്ടേഴ്സിന്, ഏറ്റവും കുറവ് വരുന്നത് ഗുഡ് മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്, പിന്നെ അലോയ്സിന് വരുന്നത് ഇത്തിരി കൂടിയിട്ട് വരും. അലോയ്സിനും എന്താ പറയാ കണ്ടക്ടേഴ്സ് പ്യുവർ മെറ്റൽസിനെ കാണി കുറച്ചുകൂടി കൂടിയിട്ടായിരിക്കും അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂസ് വരുന്നത്. അപ്പം ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ റെസിസ്റ്റിവിറ്റിന്റെ. അപ്പൊ ഇവിടെ ഈ ഗ്രാഫുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഗ്രാഫിനെ പറ്റി നമുക്ക് ഇക്വേഷൻസും ഉണ്ട്. ഇക്വേഷൻസ് വരും, ന്യൂമറിക്കൽ വരും, ഗ്രാഫ് വരക്കാനും ചോദിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ് എന്താന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ എന്നുള്ളത് ഗുഡ് കണ്ടക്ടർ ആണ്, ബെസ്റ്റ് കണ്ടക്ടർ സിൽവർ ആണ്. അത് കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ടേബിളിൽ വരുന്ന വാല്യൂ? കോപ്പർ ആണ് അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്നത്. നമ്മൾ സിൽവർ കണക്ഷൻ വയേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ? സിൽവർ എക്സ്പെൻസീവ് മെറ്റലാണ്. അപ്പൊ നമ്മൾ കണക്ഷൻ വയേഴ്സിനൊക്കെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല അല്ലെ? അപ്പം കോപ്പർ ആണ് നെക്സ്റ്റ്. എന്താ പറയാ, പാവപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ കോപ്പർ വെച്ചിട്ടല്ലേ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് കണക്ഷൻ വയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സിൽവർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ. നമുക്കറിയാം സോളാർ സെല്ലിലൊക്കെ സിൽവർ ആണ് കണക്ഷൻ വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോപ്പർ ആണ് നോർമൽ കണക്ഷൻ
വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത്തിരിയല്ലേ കൂടുതലുള്ളൂ, 1.6ഉം 1.7, അതും 10⁻⁸ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലാണ് വരുന്നത്. അപ്പം കോപ്പർ ആണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോപ്പർ വയർ, കോപ്പർ എന്നുള്ളത് പ്യുവർ മെറ്റലിനെ റെപ്രസെന്റ് ചെയ്യണു. പിന്നെ രണ്ടാമത്തെ ഡയഗ്രത്തില് നിക്രോം എന്ന് വെച്ചാൽ അവർ അലോയ്സിന് വേണ്ടിയിട്ടാണ്, ഒരു ജസ്റ്റ് റെപ്രസെന്റേഷൻ. റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും റെസിസ്റ്റിവിറ്റി. ഇത് എന്താ പറയാ, ഈ നിക്രോം അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിന് അത്ര ഡിപ്പെൻഡന്റ് അല്ല. പിന്നെ ഒരുമാതിരി വല്ലാണ്ട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലൊക്കെ മാത്രമേ ഇത്തിരിയെങ്കിലും അതും അങ്ങനെ ഒരുപാട് ടെമ്പറേച്ചർ കൂടിയാലും ഇത്തിരി മാത്രമേ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ഈ ഇതിന്റെ കേസിൽ വരുള്ളൂ, അലോയ്സിന്റെ കേസിൽ വരുള്ളൂ. പക്ഷെ നോക്കൂ, പിന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നോക്കൂ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ എ ടിപ്പിക്കൽ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിന്റെ കേസിൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇത് എന്ത് ഫംഗ്ഷനാ, മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു എക്സ്പെണൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പം നമുക്ക് പ്യുവർ മെറ്റലിന്റെ കേസിൽ ഉള്ള ഇക്വേഷൻസ് പഠിക്കാം. ഓക്കെ, റെസിസ്റ്റിവിറ്റിന്റെ ഫാക്ടേഴ്സ്, റെസിസ്റ്റിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ആവറേജ് റിലാക്സേഷൻ ടൈം ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. ഇതൊക്കെയാണ് എന്ത്, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. റെസിസ്റ്റിവിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ആവറേജ് റിലാക്സേഷൻ ടൈം ഓഫ് ദ electrons in the conductor. Inversely proportional to the number of free electrons per unit volume of the conductor. ഇതാണ് അത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ആണ് എന്ത്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി. അപ്പം റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷനും റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും ഒക്കെ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കത് പഠിക്കാം ആദ്യം. റോ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ് എന്ത്, റിലാക്സേഷൻ ടൈം. അപ്പൊ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിലാക്സേഷൻ ടൈം, ആവറേജ് റിലാക്സേഷൻ ടൈം. അപ്പം പ്യുവർ കണ്ടക്ടേഴ്സ്, ഞാനിപ്പം പറയുന്ന കേസ് പ്യുവർ കണ്ടക്ടേഴ്സിനാണ്. ഓക്കെ, അത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. പ്യുവർ കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി നോക്കിക്കോളൂ, ഈ ഗ്രാഫ് നോക്കിക്കോളൂ. റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടെമ്പറേച്ചർ in the temperature range around and above the room temperature എന്നാണ് പറയുക. അപ്പൊ നോർമൽ കേസിൽ ലീനിയർ ആയിട്ട് പോവും. പക്ഷെ ഇത്തിരി കൂടെ റൂം ടെമ്പറേച്ചറിന് കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് റോ ഇസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ തീറ്റ. ഓക്കെ, അപ്പൊ ഈ തീറ്റ എന്നുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം ആൽഫ എന്ന് പറഞ്ഞാൽ പുതിയ ടേം പഠിക്കുകയാണ് നമ്മൾ അല്ലെ. ആൽഫ ഈസ് കോൾഡ് ആസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, റോ ഇസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ തീറ്റ. അപ്പം മെറ്റൽസിന്റെ കേസിൽ ആൽഫ വാല്യൂ ഒരു 10⁻⁻2 ടു 10⁻⁻4 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, മെറ്റൽസിന്റെ പ്യുവർ മെറ്റൽസിന്റെ കേസിലുള്ള ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് ഇവിടെ തീറ്റ എന്നുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ റോ 0 എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റിവിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. റോ എന്നുള്ളത് തീറ്റ ഡിഗ്രി സെൽഷ്യസിൽ. അപ്പൊ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിലും തീറ്റ ഡിഗ്രി സെൽഷ്യസിലും, തീറ്റ എന്നുള്ളത് ഫൈനൽ ടെമ്പറേച്ചർ നമ്മൾ 2 ടെമ്പറേച്ചർ റേഞ്ചിൽ തരും. അപ്പൊ ആ 2 ടെമ്പറേച്ചർ റേഞ്ചിൽ തരുമ്പോൾ അതിന്റെ ആ റെസിസ്റ്റിവിറ്റി പുതിയ ടെമ്പറേച്ചറിൽ എത്രയാണോ റെസിസ്റ്റിവിറ്റി വരുന്നത് എന്നുള്ളതാണ് എന്ത്, റോ ഈക്വൽസ് റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ തീറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വേറൊരു ഇക്വേഷൻ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷനും കൂടി പഠിക്കാം. നമുക്ക് റെസിസ്റ്റൻസ് റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ അല്ലേ. അപ്പൊ അതേപോലെ നമുക്ക് ആർ ഈക്വൽസ് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പം ആൽഫന്റെ ഇക്വേഷൻ, ആൽഫ നമ്മൾ റെസിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു R മൈനസ് R0 ഡിവൈഡഡ് ബൈ R0 ഇൻറ്റു തീറ്റ. അപ്പൊ ഈ R0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസും
തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡിഗ്രി സെൽഷ്യസ് എത്ര വേറൊരു ടെമ്പറേച്ചർ തരും. ഓക്കെ, ആർ എന്നുള്ളത് തീറ്റ ഡിഗ്രി സെൽഷ്യസിലും R0 എന്നുള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. അപ്പൊ ആൽഫ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ മറ്റേ നമ്മള് ρ0 എന്നുള്ളത് ഇവിടെ ആൽഫ എന്നുള്ളത് അല്ലെ ഇവിടെ ρ0 ആണ്. നമ്മൾ ρ0 ഇൻറ്റു ആൽഫ തീറ്റ. അപ്പം ആൽഫ എന്നുള്ളത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് എന്ത് ഈ കേസിൽ വരുന്നത്. ഇവിടെ എന്ത് വരും? ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് വരും. മനസ്സിലായല്ലോ? അപ്പം ρ0 എന്നുള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റി, റോ എന്നുള്ളത് തീറ്റ ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതായത് ഞാനിപ്പം പറയാണ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇത്ര വാല്യൂ, ഇവിടെ നമ്മൾ ടേബിളിൽ കണ്ടില്ലേ ഒരു വാല്യൂസ്, അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂസ്. അതേപോലെ തീറ്റ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എത്ര റെസിസ്റ്റിവിറ്റി വരും എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പം നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ് പറഞ്ഞത്? ഇവിടെ അലോയ്സിന്റെ കേസിൽ ഒരുപാട് വ്യത്യാസം വരുന്നില്ല ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ്? ഒരു ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ? ഒരു ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്, ഈ 3 ഗ്രാഫ് നമ്മൾ പഠിക്കണം. അവിടെ എക്സ്പെണൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. അപ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മുടെ ഇക്വേഷൻ റോ ഈക്വൽസ് ρ0 e⁻ ഡിവൈഡഡ് ബൈ KT. അപ്പൊ ഈ EG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റിൽ സെമി കണ്ടക്ടേഴ്സിന്റെ ചാപ്റ്ററിൽ പഠിക്കും. ഇത് എനർജി ഗ്യാപ്പ് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതേപോലെ K എന്നുള്ളത് എന്താണ്? കോൺസ്റ്റന്റ്. അപ്പം റോ ഇസ് ഈക്വൽ ടു ρ0 e⁻ ഡിവൈഡഡ് ബൈ KT. അപ്പം ഈ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചാൽ മതി, നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നില്ല ഈ ഇക്വേഷന്. പക്ഷെ നമ്മുടെ ഗ്രാഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പം EG എന്നുള്ള ഇത് എനർജി ഗ്യാപ്പ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഈ R = R0 × 1 + ആൽഫ തീറ്റയും റോ ഈക്വൽസ് ρ0 × 1 + ആൽഫ തീറ്റയും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ 3 ടൈപ്സ് ഓഫ് ഗ്രാഫ്സും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റൻസ് നമ്മൾ പല ടൈപ്പിലുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കും. അപ്പൊ അത് ഒരു റെസിസ്റ്റർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കളർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ അതിനെ എത്ര വാല്യൂ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് വായിക്കുക, ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അപ്ഡേറ്റ്സ് വരും. റെഗുലറായിട്ട് ക്ലാസ് ഇടാം, പിന്നെ +2 ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.